എല്ലാവർക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസത്തെ ആശംസിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 13 മുതലുള്ള വാക്യങ്ങളിൽ പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനോട് അവൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ? നമ്മുടെ പതിവ് പ്രേക്ഷകരിൽ ഒരാള് ഈ വാക്യത്തെ സംബന്ധിച്ച് ഒരു ലൈവ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ ഈ കാണുന്ന സംഭവത്തിൽ യേശു കർത്താവ് തന്നോട് ഒരു സ്വത്ത് തർക്കത്തിൽ മധ്യസ്ഥം വഹിക്കാൻ ക്ഷണിക്കുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ തിരുവെഴുത്ത്, പ്രത്യേകിച്ച് കർത്താവിന്റെ വചനങ്ങളെ പഠിക്കുമ്പോൾ അതിലൂടെ ക്രിസ്തുവിന്റെ മനോഭാവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു പർട്ടിക്കുലർ സംഭവത്തെ ഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി ക്രിസ്തുവിന്റെ മനോഭാവത്തെ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞവൻ ആർ? ഞങ്ങളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. പൗലോസിലെ 2 കാര്യം ചോദിക്കുന്നു. ഒന്ന്, ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞവർ ആര്? രണ്ടാമത് പറയുകയാണ്, വി ഹാവ് ദാറ്റ് മൈൻഡ്. വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ മനസ്സ്, ആ മനോഭാവം ഞങ്ങൾക്കുണ്ട്. ഇവിടെ കർത്താവ് പറയുന്നത് ഭൗതികമായ സ്വത്ത് തർക്കത്തെക്കുറിച്ചാണ്. ഭൗതികമായ സ്വത്ത് തർക്കത്തിനിടയിലേക്ക് കർത്താവിനെ വലിച്ചഴയ്ക്കാൻ ശ്രമിക്കുകയാണ്. അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ. ദൈവം മനുഷ്യനെ സരളചിത്തനായി സൃഷ്ടിച്ചു. അവന്റെ സങ്കീർണമായ എല്ലാ പ്രശ്നങ്ങളും അവന്റെ തന്നെ സൃഷ്ടിയാണ്. അതാണ് ബൈബിൾ വാക്യം പറയുന്നത്. അപ്പൊ ദൈവം മനുഷ്യനെ സരളഹൃദയനായിട്ട് സൃഷ്ടിച്ചു. അപ്പം ക്രിയേഷനിൽ മനുഷ്യൻ ആരാണ്? സ്ട്രെയിറ്റ്, സിമ്പിൾ, ട്രാൻസ്പെറന്റ്. ഇന്ന് മനുഷ്യൻ ആരാണ്? ക്രൂക്കഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ്. ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല. അപ്പം സുതാര്യമായും ലളിതമായും സരളമായും ഋജുവായും ഒക്കെ ജീവിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. അവന്റെ സങ്കീർണമായ പ്രശ്നങ്ങളെല്ലാം തന്നെ അവന്റെ തന്നെ സൃഷ്ടിയാണ്. എല്ലാ സങ്കീർണ പ്രശ്നം. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വലിച്ചഴക്കുകയാണ്. അപ്പൊ ഇവിടെ ക്രിസ്തുവിനെ അവരുടെ ഒരു സ്വത്ത് തർക്കത്തിലേക്ക്, സഹോദരന്മാർ തമ്മിലുള്ള ഒരു സ്വത്ത് തർക്കത്തിലേക്ക് കർത്താവിനെ വലിച്ചഴക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ കർത്താവ് അതിൽ നിന്ന് മുഖം തിരിയുകയാണ്. അതിനകത്ത് നമ്മളെ സാധാരണ തർക്കത്തിൽ ഇടപെടാൻ വലിയ ഉത്സാഹമുള്ളവരാണ്. നമ്മളെ ആരെങ്കിലും ഒന്ന് വിളിക്കാൻ നോക്കിയിരിക്കുക, എന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചാണ് നമ്മൾ പോയി ഇടപെടും. ഇവിടെ കർത്താവിനെ വിളിച്ചിട്ട് പോലും കർത്താവ് അതിൽ നിന്ന് മുഖം തിരിഞ്ഞു പോവാണ്. നമ്മൾ ഈ ഒരു വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ പഠിക്കുമ്പോൾ ഇന്ന് മലങ്കരയിൽ നടക്കുന്ന സ്വത്ത് തർക്കം, അതുമായിട്ട് വളരെ ബന്ധമുണ്ട് ഈ വാക്യത്തിന്. കാരണം ചിലർ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥനാ ദിനം ആചരിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് ഒരിക്കലും എതിരല്ല. പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും പ്രാധാന്യം കുറയുന്നില്ല. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ചില കണ്ടീഷൻസ്, റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണം. കാരണം ഒരാൾക്കൊരു 1000 രൂപ വേണം. ആ ആവശ്യത്തിന് വേണ്ടി 10 പേർ കൂടി വന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ 10 പേർക്കും 5 ലക്ഷം രൂപയിൽ കുറയാതെ ബാങ്ക് ബാലൻസ് ഉണ്ട്. 10 പേരുടെയും പേഴ്സിൽ 5000-ലധികം രൂപ ഇരിപ്പുണ്ട്. പക്ഷെ ഈ ആൾക്ക് വേണ്ടത് 1000 രൂപയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥന ഒരിക്കലും ദൈവം കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് പരിഹസിക്കുന്നതിന് തുല്യമാണ് ദൈവത്തെ. അതായത് മനുഷ്യർക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മനുഷ്യർ തന്നെ പരിഹരിക്കുക. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യങ്ങളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേ. മോശ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യങ്ങളെ, കാരണം 10 പേർക്ക് ഒരു ഗ്രൂപ്പും 10 പേർക്ക് ഒരു അധിപതിയും, പിന്നെ 100 പേർക്ക് ഒരു ഗ്രൂപ്പും 100 പേർക്ക് ഒരു അധിപതി. 100 പേരുടെ അധിപതിയാണ് ശതാധിപൻ. 1000 പേരുടെ അധിപതിയാണ് സഹസ്രാധിപൻ.
അപ്പൊ ജനത്തിന് പട്ടക്കാരും മേൽപ്പട്ടക്കാരും അധ്യക്ഷന്മാരും ഇടപ്രഭുക്കന്മാരും കോർപ്പിസ്കോപ്പമാരും നാട്ടുമെത്രാന്മാരും മെത്രാന്മാരും ഇങ്ങനെ ഈ ആർച്ച് ഡീക്കന്മാരും ഇങ്ങനെ പല തരത്തിലുള്ള അധികാര ശ്രേണി വ്യവസ്ഥയെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുക. അത് ദൈവത്തെ പരിഹസിക്കുന്ന, കാരണം ദൈവദത്തമായ അധികാരമാണുള്ളത്. അപ്പൊ മനുഷ്യരാണ് ഈ കാര്യങ്ങളെയൊക്കെ പരിഹരിക്കേണ്ടത്. അപ്പം ദൈവം അവിടെ വിമുഖനായി നിൽക്കും എന്നുള്ളതാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നത്. കാരണം മനുഷ്യർ രമ്യപ്പെടണം, മനുഷ്യർ ഐക്യപ്പെടണം, മനുഷ്യർ സമാധാനം ഉണ്ടാക്കണം, അങ്ങനെ നീതിയും സമാധാനവും തമ്മിൽ ചുംബിക്കണം. ഇതാണ് ദൈവഹിതം. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണത്? നമ്മൾ യാഗമായി തീരുകയാണ്, ശരീരങ്ങൾ യാഗമായി തീരുകയാണ്. അപ്പോൾ എന്താണ്? നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതമാണ്. അപ്പൊ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ഗുഡ്, ആക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡാണ്. അപ്പൊ ദൈവത്തിന്റെ ഹിതം നമ്മിൽ നിറവേറുകയാണ്. അതുകൊണ്ടാണ് ആ വാക്യത്തില് അങ്ങനെ കാണുന്നത്. അപ്പോ മനുഷ്യൻ ദൈവഹിതത്തിന് അനുരൂപമായി, ലോക ചിന്തയ്ക്ക് അനുരൂപമായിട്ടല്ല, ഈ ലോകത്തിന് അനുരൂപരാകാതെ. അപ്പോൾ ഡു നോട്ട് കൺഫോം ടു ദിസ് വേൾഡ്. ഈ ലോകത്തിന്റെ ചിന്തകൾക്ക് അനുരൂപമായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവപ്രസാദം അവിടെ ഉണ്ടാകുന്നില്ല. എന്നാൽ ദൈവത്തിന് അനുരൂപമായി, ദൈവിക ചിന്തകൾക്ക് അനുരൂപമായി നാം കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോഴാണ് ദൈവം നമ്മെ കടാക്ഷിക്കുന്നത്. അപ്പൊ ഇതേക്കുറിച്ച് നമ്മൾ മോശയുടെ സങ്കീർത്തനത്തിൽ മോശ പറയുന്നുണ്ട്. മോശയുടെ സങ്കീർത്തനത്തിൽ മോശ പറയുന്നത് 90-ാമത്തെ സങ്കീർത്തനമാണ്. അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ വായിക്കുന്നത്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ നീ ബുദ്ധി ഉപദേശിക്കണമേ. അപ്പം നമ്പറിങ് അവർ ഡേയ്സ്, അപ്പൊ നമ്മളുടെ ദിവസങ്ങളെ എണ്ണുവാൻ. എന്താണ് അവിടെ പറയുന്നത്? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം, 90-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യത്തിൽ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. അപ്പൊ നമ്പറിങ് അവർ ഡേയ്സ് എന്നുള്ളതാണ്. നമ്മൾ വേദപുസ്തകത്തിന്റെ പുറങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ പലതരത്തിലുള്ള ആളുകളെ കാണാൻ പറ്റും. പല രീതിയിൽ അവരെ പരിഗണിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ 4-5 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കായിനെ കാണാൻ പറ്റും. കായിൻ ഹാബേലിനെ കൊല്ലുകയാണ്. ഹാബേലിന് പിന്നെ തലമുറകളൊന്നുമില്ല, കാരണം ഹാബേൽ കൊല്ലപ്പെട്ടു. പിന്നീട് നമ്മൾ കായിൻ്റെ വംശാവലി അവിടെ എഴുതിയിരിക്കുന്നുണ്ട്. കായിൻ ഭാര്യയെ പരിഗ്രഹിക്കുകയും മക്കളെ ജനിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ കായിൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു, ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കായിൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് മെഹൂയേലിനെ ജനിപ്പിച്ചു. മെഹൂയേൽ മെഥൂശയേലിനെ ജനിപ്പിച്ചു. മെഥൂശയേൽ ലാമേക്കിനെ ജനിപ്പിച്ചു. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഇതാ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ 24-ാമത്തെ വാക്യത്തിൽ, അതായത് കേവലം 8 വാക്യങ്ങൾ കൊണ്ട് അവിടെ കായിന്റെ വംശാവലി അവസാനിക്കുകയാണ്. കായിന്റെ വംശാവലിയെക്കുറിച്ച്, അതായത് ഓരോരുത്തരും എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ വിശദാംശങ്ങളെ ഒന്നും കൊടുത്തിട്ടില്ല. എത്രാമത്തെ വയസ്സായപ്പോൾ അവർക്ക് സന്തതി ജനിച്ചു, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് 5-ാമത്തെ അധ്യായത്തിലേക്ക് പോകുക. അവിടെ വായിക്കുമ്പോൾ നമ്മൾ ആദാം പിന്നെയും തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. 25-ാം വാക്യത്തിൽ അവന് ശേത്ത് എന്ന് പേരിട്ടു. പിന്നീട് നിങ്ങൾ കാണുന്നത് ശേത്തിന്റെ വംശാവലിയാണ്. ആ ശേത്തിന്റെ വംശാവലി വളരെ വിശദമായിട്ട് നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ പറ്റും. ശേത്തിന്റെ വംശാവലി, കാരണം ശേത്തിന്റെ വംശാവലിയെക്കുറിച്ച് ദൈവത്തിന് വലിയ കൺസേൺ ഉണ്ട്. അതിനെ നമ്മൾ അവിടെ വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാണുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം എടുത്തു നോക്കുക. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, ഈ മാസം
നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസം ആയിരിക്കണം. അപ്പൊ അവിടെ ഒരു കലണ്ടർ ആരംഭിക്കുകയാണ്. എപ്പോഴാണ്? ഇസ്രായേൽ ജനം അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോൾ, ഈജിപ്തിൽ നിന്ന് അവർ പുറപ്പെടുമ്പോൾ, പുറപ്പാട് പുസ്തകമാണ്. അപ്പൊ ഈജിപ്തിനെ അവർ ഉപേക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ അടിമച്ചങ്ങല അവർ ഉരിഞ്ഞു കളയുമ്പോൾ, ദൈവം പറയാണ്, ഇവിടെ മുതൽ നമുക്ക് നിങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ആരംഭിക്കാം. ലെറ്റ് us സ്റ്റാർട്ട് എ കലണ്ടർ. നമുക്കൊരു കലണ്ടർ ആരംഭിക്കാം. അപ്പൊ പുതിയ തുടക്കങ്ങൾ, ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കങ്ങളാണ്. ഈ പുതിയ തുടക്കങ്ങളെ വരുമ്പോ ദൈവം പറയാണ്, ദൈവം നമ്മോട് യോജിക്കുകയാണ്. കാരണം ദൈവം എപ്പോഴും പുതുമയുടെ ദൈവമാണ്, ന്യൂനെസ്. കാരണം പറയാം, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു, ജെറുസലേമിനെ ഒരു ആനന്ദമായും അവളുടെ ജനത്തെ ഒരു ആഹ്ലാദമായി ഞാൻ പുനഃസൃഷ്ടിക്കുന്നു. അപ്പൊ ഇവിടെ ഇനിമേൽ പാപം ചെയ്യരുത്, യേശു കർത്താവ് പറയാണ്. അപ്പൊ ദൈവിക സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിന്റെ ആ ഒരു ഈവന്റ്, അതായത് ഒരു ക്രൈസ്റ്റ് ഈവന്റ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകുമ്പോൾ, ദൈവവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ ഒരാൾക്കുണ്ടാകുമ്പോൾ അവരുടെ ജീവിതം ട്രാൻസ്ഫോംഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബൈബിൾ കഥാപാത്രങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ പലരുടെയും പേരൊക്കെ ദൈവം മാറ്റുന്നുണ്ട്. ദൈവമായിട്ടുള്ള ആ ഇടപെടലിൽ ആ ഒരു വലിയ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകുകയാണ് ദൈവവുമായിട്ട്. അപ്പൊ ദൈവം ഇപ്പൊ യാക്കോബിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് മാറ്റുകയാണ്, അബ്രാമിന്റെ പേര് അബ്രഹാം എന്ന് മാറ്റുകയാണ്. അതുപോലെ വലിയ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. അപ്പൊ ഒരു പുതിയ തുടക്കം, പഴയത് കഴിഞ്ഞുപോയി, ഒരു പുതിയത് ആരംഭിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് പ്രയാസത്തിന്റെയും അപമാനത്തിന്റെയും അടിമത്തത്തിന്റെയും കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും നഷ്ടത്തിന്റെയും കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടതിന്റെയും പീഡ അനുഭവിച്ചതിന്റെയും നുകം പുറത്ത് വഹിച്ചതിന്റെയും അടിമപ്പണി ചെയ്തതിന്റെയും ഒത്തിരി സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും നിലവിളികളുടെയും പരാജയത്തിന്റെയും ഭിന്നതയുടെയും കുറ്റപ്പെടുത്തലിന്റെയും ചാട്ടവാറിന്റെ മൂളൽ ശബ്ദവും എല്ലാമായിട്ട് അവരുടെ ഒരു ഭൂതകാലമാണ് പിന്നിലുള്ളത്. ലെറ്റ് us forget all those days. അപ്പൊ അതാണ് ദൈവം പറയുന്നത്, ആ ദിവസങ്ങളെല്ലാം നമുക്ക് മറന്നു കളയാം. എത്രയാണ്? 430 വർഷം. ലെറ്റ് us forget. അപമാനത്തിന്റെ, നിന്ദയുടെ, കഷ്ടതയുടെ ഒരുപാട് ഞാൻ മനസ്സിലാക്കുന്ന വലിയ പ്രതിഷേധ ശബ്ദം ഉണ്ടായി കാണും ഒരുപക്ഷെ. കാരണം നമ്മളിപ്പോ ഇവിടെ വായിക്കുമ്പോൾ ആ ഒരു വാക്യത്തിന് വലിയ അർത്ഥമൊന്നും തോന്നുന്നില്ല. ഇപ്പൊ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ വാക്യത്തിന് അത്ര സിഗ്നിഫിക്കൻസ്, കാരണം നമുക്ക് ഇന്ന് നിങ്ങൾക്ക് ആണ്ടിന്റെ ആരംഭമാണോ, ഓക്കെ, വെരി ഗുഡ്. പക്ഷേ ദൈവം പറയുന്നത് എന്താണ്? ഈ ബോർഡ് മുഴുവൻ അങ്ങ് മായ്ക്കുകയാണ്. പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കണക്ക് തന്നെയല്ല, ഓരോ സബ്ജക്റ്റുകളൊക്കെ ബ്ലാക്ക് ബോർഡ്, ഈ കറുത്ത കളറിലുള്ള ബോർഡിൽ ചോക്ക് വെച്ച് എഴുതും. അപ്പൊ സാറിങ്ങനെ എഴുതി കണക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഓരോന്നിങ്ങനെ എഴുതി ആ ബോർഡ് മുഴുവൻ എഴുതി കഴിയുമ്പോൾ നോട്ട് എഴുതാൻ സ്ലോയിൽ എഴുതുന്ന പിള്ളേരുണ്ട്. അവർക്ക് മുഴുവൻ പെട്ടെന്ന് എഴുതാനൊന്നും പറ്റത്തില്ല. അപ്പൊ അത് മായ്ക്കത്തില്ല, ഡസ്റ്റർ വെച്ചിട്ട് ഇങ്ങനെ തൂത്ത് മായ്ക്കത്തില്ല. അതിന് പകരം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിലെ പൊക്കമുള്ള 2 പിള്ളേരെ വിളിച്ചിട്ട് ഈ സാർ ഈ ബോർഡ് മറിച്ചു വെപ്പിക്കും, എന്നിട്ട് മറ്റേ വശത്ത് എഴുതും. അപ്പൊ അങ്ങനെ 2 വശത്തും എഴുതി നിറച്ച് സാറ് ക്ലാസ് വിട്ടു പോകുമ്പോൾ ചിലപ്പോൾ അത് അവസാനത്തെ പീരീഡ് ഒക്കെ ആണെങ്കിൽ സാർ എന്ത് ചെയ്യും, അത് മായ്ക്കാതെയാണ് പോകുന്നത്. ചില പിള്ളേർ ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ ഇരുന്ന് അത് എഴുതിയെടുക്കും. ചില പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ അങ്ങ് പോകും. പിറ്റേ ദിവസം നേരത്തെ വരും പിള്ളേർ, രാവിലെ വന്നിട്ട് ഇത് എഴുതിയെടുക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, രാവിലെ വന്നിട്ട് നേരത്തെ വന്നിട്ട് ഈ ബോർഡിലുള്ളതൊക്കെ എഴുതിയെടുക്കുക. അപ്പൊ അങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം എൻ്റെ ഒരു കൂട്ടുകാരൻ എഴുതിയെടുക്കാൻ ചെന്നപ്പോഴേക്കും അവിടെ പിയൂൺ അതെല്ലാം തുടച്ചു വെച്ചു. ഒരു കാര്യമില്ലായിരുന്നു, പുള്ളി മുറി തുറന്നപ്പോൾ ബോർഡിലിരിക്കുന്ന എല്ലാം ഡസ്റ്റർ വെച്ച് തുടച്ചു കളഞ്ഞു. അപ്പൊ അവനത് എഴുതിയെടുക്കാൻ പറ്റിയില്ല. അപ്പൊ തുടച്ച് മായ്ക്കുകയാണ്, ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നതെല്ലാം മായ്ക്കുകയാണ്. അപ്പൊ അങ്ങനെ ഈ 430 വർഷമായിട്ട് എഴുതി വെച്ച പ്രതികാരത്തിന്റെ കഥകൾ, വേദനയുടെ കഥകൾ, അപമാനത്തിന്റെ കഥകൾ, നിന്ദയുടെ കഥകൾ, അടിച്ചമർത്തിയതിന്റെ കഥകൾ, കൊല്ലപ്പെട്ടതിന്റെ കഥകൾ, ഇങ്ങനെയുള്ള ഒരുപാട് മുറിവുകളുണ്ട്.
വേദനയുണ്ട്. ദൈവം തമ്പുരാൻ അറിയാം ഇത് മുഴുവൻ സങ്കടത്തിന്റെ കഥയാണ്. ദൈവം തമ്പുരാൻ പറയാണ്, നിങ്ങൾ ഈ പുറപ്പാട് 12:2 വായിക്കണം. അപ്പൊ അവിടെ പറയാണ്, മോശെ നമുക്ക് പുതിയ കലണ്ടർ തുടങ്ങാം. ഇപ്പൊ എന്താ 1, 2 വലിയ പ്രതിഷേധം ഉണ്ടായി കാണും. കാരണം പുതിയത് തുടങ്ങുന്നതിൽ ആളുകൾക്ക് ഇഷ്ടമില്ല. കാരണം പഴയതിൽ തൂങ്ങിക്കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ മലങ്കര സഭയില് ഇരുഭാഗത്തിലെയും 2 മെത്രാപ്പൊലിത്തമാരും തമ്മിൽ സംസാരിച്ചു. അപ്പൊ അത് വലിയ പ്രകോപനമായി ആളുകൾക്ക്. കാരണം ഈ പഴയതൊന്നും മറക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. പുതിയൊരു കലണ്ടർ ആരംഭിക്കാൻ അവർക്ക് ഇഷ്ടമില്ല. അപ്പൊ അവർ പറയുന്നില്ല പഴയ കലണ്ടറെ നമുക്ക് തൂങ്ങും, അതുകൊണ്ട് മായ്ക്കാൻ അവർ സമ്മതിക്കുന്നില്ല. പക്ഷേ ദൈവമായ കർത്താവ് മോശയോട് പറയുകയാണ്, മോശെ ഇവിടെ മുതൽ പുതിയ കലണ്ടർ ആരംഭിക്കുക. അപ്പൊ ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസം ആയിരിക്കണം. 1-ാം ജൂവിഷ് കലണ്ടർ ആരംഭിക്കുക, പ്രയാണം ആരംഭിക്കുകയാണ്. അവിടെയാണ് യഹൂദന്മാരുടെ കലണ്ടർ ആരംഭിച്ചത്. ഇതുപോലെ ദൈവം പുതിയ ആരംഭങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. പുതിയ ആരംഭങ്ങൾക്ക് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം പുതിയ ആരംഭങ്ങൾക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. അത് ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആയുസിന്റെ ദിവസങ്ങൾ, അതാണ് മോശ അവിടെ പറയുന്ന ആയുസിന്റെ ദിവസങ്ങളെ എണ്ണുന്നതിനെ കുറിച്ച്. ഇനി ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ചരിത്രത്തിലേക്ക്, ഇത് വായിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം. അത് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകമാണ്, ബുക്ക് ഓഫ് പ്രക്സീസ് ആണ്. അത് പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം. ഈ 13-ാം അധ്യായത്തില് നമ്മൾ 18-ാമത്തെ വാക്യം വായിക്കുമ്പം, പിന്നെ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 18 മുതൽ വായിക്കുമ്പം, മരുഭൂമിയിൽ 40 സംവത്സര കാലത്തോളം അവരുടെ സ്വഭാവം ദൈവം സഹിച്ചു. കനാൻ ദേശത്തിലെ 7 ജാതികളെ ഒടുക്കി അവരുടെ ദേശം അവകാശമായി കൊടുത്തു. അങ്ങനെ ഏകദേശം 450 സംവത്സരം കഴിഞ്ഞു. അതിന്റെ ശേഷം അവൻ അവർക്ക് ശമൂവേൽ പ്രവാചകൻ വരെ ന്യായാധിപതിമാരെ കൊടുത്തു. അനന്തരം അവൻ ഒരു രാജാവിനെ ചോദിച്ചു. ദൈവം അവർക്ക് ബെന്യാമിൻ ഗോത്രക്കാരനായ കീശിന്റെ മകൻ ശൗലിനെ 40 ആണ്ടേക്ക് കൊടുത്തു. അവനെ നീക്കിയിട്ട് ദാവീദിനെ, ഈശായുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ പൗലൂസ് ലീഹായുടെ ഒരു പ്രസംഗമാണ്. പൗലൂസ് ലീഹായെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം ഒരു പരീശനാണ്, ന്യായപ്രമാണത്തിൽ നിഷ്ണാതനാണ്, അല്ലെ? പൗലൂസ് ലീഹായെ കുറിച്ച് പൗലൂസ് ലീഹ തന്നെ സാക്ഷ്യം പറയുന്നത്, ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവനാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യനാണ്, ന്യായപ്രമാണത്തോടുള്ള തീഷ്ണ നിമിത്തം ക്രിസ്തീയ സഭയെ ഉപദ്രവിച്ചവനാണ്, ഞാൻ ഗമാലിയേലിന്റെ കാൽക്കീഴിരുന്ന് പഠിച്ചവനാണ്, എനിക്ക് റോമാ പൗരത്വം ജന്മനാ സിദ്ധിച്ചിട്ടുള്ളവനാണ്. ഒരുപാട് യോഗ്യതകൾ, ക്രെഡൻഷ്യൽസ് പൗലൂസ് തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ് 450 വർഷം അദ്ദേഹം പറയാണ് 450 വർഷം അവരെ ദൈവം മരുഭൂമിയിൽ സഹിച്ചു. അതിനുശേഷം 40 വർഷത്തേക്ക് ശൗലിനെ കൊടുത്തു. അപ്പൊ 450, 40, 490. പിന്നീട് ഒരു 40 വർഷം ദാവീദ് ഭരിച്ചു. 490, 40, 530. പിന്നീട് സോളമൻ 3 വർഷം ഭരിച്ചു. അപ്പൊ അങ്ങനെ 534-ാമത്തെ വർഷം ദൈവാലയത്തിന്റെ പണി ആരംഭിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം, 1 രാജാക്കന്മാരുടെ പുസ്തകം എടുത്ത് നിങ്ങൾ നോക്കുമ്പം അവിടെ 6-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കണം. 1 Kings chapter 6 verse 1. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ 480-ാം സംവത്സരത്തിൽ ഇസ്രായേലിന്റെ ശലോമോന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസമായ സീവ് മാസത്തിൽ യഹോവയുടെ ആലയം പണിയാൻ തുടങ്ങി. അതായത് ശലോമോന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിനെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിന്റെ
480 സംവത്സരം എന്നാണ് പറയുന്നത്. 480 സംവത്സരം എന്നാണ് പറയുന്നത്. നമ്മളവിടെ വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് കാണുകയാണ്. 480 സംവത്സരം എന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുമ്പോൾ പൗലൂസിന്റെ കണക്കിൽ എത്രാമത്തെ വർഷമായി? 450 വർഷം അവരെ ദൈവം സഹിച്ചു എന്നും പിന്നീട് 40 വർഷം അവരെ ശൗല് ഭരിച്ചു എന്നും നമ്മൾ കാണുകയാണ്. ശൗല് 40 വർഷം ഭരിച്ചു. പിന്നീട് ദാവീദ് 40 വർഷം ഭരിച്ചു. പിന്നീട് ശലോമോൻ ഭരിച്ചു. അപ്പം എത്രയായി? അപ്പൊ നമ്മൾ അതെല്ലാം കൂടെ കൂട്ടുമ്പം 93 വർഷത്തെ വ്യത്യാസം വരികയാണ്. 480 573 അത്രയും വ്യത്യാസമാണ്. അപ്പൊ 93 വർഷത്തെ വ്യത്യാസം ഈ കണക്കുകൾ തമ്മിൽ വരുന്നുണ്ട്. ചെറിയൊരു വ്യത്യാസം അല്ല വരുന്നത്. അതായത് നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പം 40 സംവത്സരം മരുഭൂമിയിലും 450 വർഷം അതിന് ശേഷവും, പിന്നീട് 40 വർഷം ശൗലിന്റെ ഭരണവും, പിന്നീട് 40 വർഷം ദാവീദിന്റെ ഭരണവും, അങ്ങനെ 40, 450, 490, പിന്നത്തെ 40, 530, പിന്നത്തെ 40, 570, ശലോമോന്റെ 3 വർഷം 573. അങ്ങനെ 573 വർഷം എന്ന് പൗലുസ്ലിഹ കണക്ക് പറയുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 480 ആണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. 480 സംവത്സരത്തിൽ. അപ്പൊ അതെന്തുകൊണ്ടാണ് ആ വ്യത്യാസം വന്നത്? 93 വർഷത്തെ ചെറിയ ഒരു വ്യത്യാസമല്ല. അപ്പൊ ഈ വ്യത്യാസം പ്രവർത്തികളുടെ പുസ്തകത്തിലെ തെറ്റിപ്പോയതാണോ അതോ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ തെറ്റിപ്പോയതാണോ? ഇത് ബൈബിളിലെ വലിയ പിശകായിട്ടൊക്കെ ആളുകൾ എടുത്തു കാണിക്കും. ഇതായത് നോക്കുക, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നു 480 സംവത്സരം, അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു 573 സംവത്സരം. ഏതാണ് കൃത്യമായിട്ടുള്ളത്? അപ്പോ ഏതാണ് ശരിയായിട്ടുള്ളത്? അപ്പൊ നമ്മള് ഈ ഇവിടെ നോക്കുക, 450 വർഷം ന്യായാധിപന്മാരുടെ ഭരണത്തെക്കുറിച്ചാണ് പൗലുസ്ലിഹ പറയുന്നത്. ന്യായാധിപന്മാരുടെ ഭരണത്തെക്കുറിച്ച്. അപ്പൊ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ നോക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എന്താണ് സംഭവിച്ചത്? അപ്പൊ അവിടെ ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിക്കേ. അവിടെ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ മെസപ്പൊത്തോമിയയിലെ ഒരു രാജാവായ കൂശൻ രിശാഥായിമിന് വിറ്റു കളഞ്ഞു. ഇസ്രായേൽ മക്കൾ കൂശൻ രിശാഥായിമിനെ 8 സംവത്സരം സേവിച്ചു. കൂശൻ രിശാഥായിമിനെ 8 സംവത്സരം സേവിച്ചു. അതാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഇനി നിങ്ങൾ അതിന്റെ 14-ാമത്തെ വാക്യം നിങ്ങൾ നോക്കണം. 14-ാം വാക്യം വായിക്കുമ്പം, അങ്ങനെ ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോനെ 18 സംവത്സരം സേവിച്ചു. അപ്പൊ ഇസ്രായേൽ മക്കൾ they were supposed to serve the Lord Jehovah, but instead of doing that, they served all these kings. എഗ്ലോൻ, കൂശാൻ രിശാഥായിം, അങ്ങനെയൊക്കെയുള്ള. അപ്പൊ 18, 8, 26 സംവത്സരം അവർ ദൈവത്തെ സേവിച്ചില്ല, അല്ലെങ്കിൽ they were not connected to the Lord Jehovah. അപ്പൊ ദൈവത്തോട് അവർ കണക്റ്റഡ് അല്ലായിരുന്നു, ദൈവത്തോട് അവർ അക്കൗണ്ടബിൾ അല്ലായിരുന്നു. ദൈവത്തിന്റെ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ റേഞ്ചിലല്ല എന്നൊക്കെ പറയുന്ന, they were not in range. അപ്പം അവർ റേഞ്ചിലല്ലായിരുന്നു, റേഞ്ചിന് പുറത്ത്, പരിധിക്ക് പുറത്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയാണ് ഈ വർഷങ്ങള് അവർക്ക് നഷ്ടപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ 4-ാമത്തെ അധ്യായം എടുത്തു കഴിഞ്ഞാൽ, ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം എടുത്തു കഴിഞ്ഞാൽ 2-ാമത്തെ വാക്യം നിങ്ങൾ നോക്കുക. യഹോവ അവരെ ഹസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. അവന് 900 ഇരുമ്പ് രഥമുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി അവൻ ഞെരുക്കി കളഞ്ഞു. 20 സംവത്സരം അവർ യാബീനെയാണ് സേവിച്ചത്. അപ്പോൾ എത്രയായി? 26, 20, 46 സംവത്സരം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. 46 സംവത്സരം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങൾ മുന്നോട്ട് നോക്കുമ്പം അതിൻ്റെ 6-ാമത്തെ അധ്യായം നോക്കുക. 6-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ
പിന്നെയും അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോൾ 46ഉം 7ഉം 53 വർഷം they have lost. 53 വർഷം പോയി. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇനി നിങ്ങൾ ഈ 13-ാമത്തെ അധ്യായം നിങ്ങൾ നോക്കുക. 13-ാമത്തെ അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം. 13-ാം അധ്യായം നിങ്ങൾ നോക്കുമ്പം ഇസ്രായേൽ 1-ാം വാക്യം, ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 40 സംവത്സരത്തോളം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പൊ 53, 40, 93 വർഷം. അപ്പൊ ന്യായാധിപന്മാരുടെ പുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ 93 വർഷം ഇസ്രായേൽ മക്കൾ യഹോവയെ സേവിച്ചില്ല, യഹോവയുടെ സന്നിധിയിലായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 93 വർഷത്തിന്റെ വ്യത്യാസമാണ് രാജാക്കന്മാരുടെ പുസ്തകം എഴുതുമ്പോൾ 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ 480-ാം സംവത്സരം. കാരണം ക്ലോക്ക് ആരംഭിച്ചത്, അല്ലെങ്കിൽ ഈ ഇവരുടെ കലണ്ടർ ആരംഭിച്ചത് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, അഥവാ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് അവർ പോന്നപ്പോൾ കലണ്ടർ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഈ കാലഘട്ടത്തിൽ പലപ്പോഴായി 93 വർഷം അവർ മറ്റു പല രാജാക്കന്മാരുടെ അടിമത്തത്തിലായിരുന്നു. ആ വർഷങ്ങളെ കൗണ്ട് ചെയ്തിട്ടില്ല. അപ്പൊ ആ വർഷങ്ങളെ കൗണ്ട് ചെയ്യാതെ ബ്രാക്കറ്റ് പീരീഡ് ആയിട്ട് ഇട്ടിട്ട്, അല്ലെങ്കിൽ ശൂന്യവർഷങ്ങളായിട്ട് കണക്കാക്കി പോന്നു. അതുകൊണ്ടാണ് 480 എന്ന് പറഞ്ഞത്. പക്ഷേ പൗലൂസ് ലീഹ എന്ത് ചെയ്തു? പൊളിറ്റിക്കൽ കലണ്ടറാണ് കണക്ക് കൂട്ടിയത്. പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് പൗലൂസ് ലീഹ കണക്ക് കൂട്ടിയിട്ട് കൃത്യം കണക്ക് പറയാണ് 573-ാമത്തെ വർഷം ദൈവാലയത്തിന്റെ പണി ആരംഭിച്ചു. ഇപ്പൊ ബോത്ത് ആർ കറക്റ്റ്, രണ്ടും കൃത്യമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എത്ര നാളായി, എത്ര വർഷം നമുക്ക് ആയുസ്സുണ്ട്, എത്ര വർഷം പ്രായമുണ്ട്, എത്ര വയസ്സുണ്ട്? 64 വയസ്സ്. പക്ഷേ ആക്ച്വലി ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എത്ര വയസ്സുണ്ട്? ഇവിടെയാണ് നമ്മൾ ജ്ഞാനം പ്രാപിക്കുന്നത്. ഇതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നമ്മൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ നമ്മൾ നാളുകളെ എണ്ണുക, കൗണ്ട്, നമ്പറിങ് അവർ ഡേയ്സ്. അപ്പൊ ഈ ദിവസങ്ങളെ എണ്ണുക എന്നുള്ളതിന്റെ ഒരു ആശയം അതാണ്. നമ്മൾക്ക് ഈ പലപ്പോഴും ഇപ്പൊ ഇസ്രായേൽ മക്കൾ മിസ്രൈം വിട്ടു 3 മാസം കഴിഞ്ഞപ്പോൾ അവർ സീനായിൽ വന്നതാണ്. 3 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്തിന് പുറപ്പെട്ടതിന്റെ 3-ാം മാസത്തിൽ അവർ സീനായി മരുഭൂമിയിൽ എത്തി. 3-ാം മാസത്തിൽ അവർ സീനായി മരുഭൂമിയിൽ എത്തി. അപ്പൊ അവരുടെ അവകാശമായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ആ വാഗ്ദത്ത ദേശം അതിന് തൊട്ടടുത്ത് അവരെത്തിരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ സംഖ്യയുടെ പുസ്തകം എടുത്ത് നോക്കിയാൽ മതി. സംഖ്യയുടെ പുസ്തകം 10-ാം അധ്യായം എടുക്കുക. 10-ാം അധ്യായം എടുക്കുമ്പം അവിടെ നമ്മൾ കാണുന്നത് അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, യഹോവ എന്നോട് നീ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് ജനത്തിന് മുന്നേ നടക്കുക, അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം അവർ ചെന്ന് കൈവശമാക്കട്ടെ. ദൈവമായ കർത്താവിന്റെ കൽപ്പനയാണ് നമ്മൾ വായിക്കുന്നത്. 10-ാമത്തെ അധ്യായത്തില് സംഖ്യാപുസ്തകം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം നിങ്ങൾ നോക്കുമ്പോൾ, അനന്തരം 2-ാം സംവത്സരം 2-ാം മാസം 20-ാം തീയതി മേഘം സാക്ഷി നിവാസത്തിന്മേൽ നിന്ന് പൊങ്ങി. അപ്പോൾ ഇസ്രായേൽ മക്കൾ സീനായി മരുഭൂമിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. മേഘം പാറാൻ മരുഭൂമിയിൽ വന്നു നിന്നു. ഇപ്പം ആദ്യം വായിച്ച വാക്യം അനുസരിച്ച് 3-ാം മാസം അവർ എവിടെ വന്നതാണ്? 3-ാം മാസം അവർ വന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് അവർ പുറപ്പെടുന്നത് 2-ാമത്തെ വർഷമാണ്. നിങ്ങൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാക്യം കാണണമെങ്കിൽ ആവർത്തന പുസ്തകം എടുത്തു നോക്കണം. ആവർത്തന പുസ്തകം 1-ാമത്തെ അധ്യായം എടുത്തിട്ട് 2-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചേ. സെയ്ർ പർവ്വതം വഴിയായി ഹോറേബിൽ നിന്ന് കാദേശ് ബർണയിലേക്ക് 11 ദിവസത്തെ വഴിയുണ്ട്. 40-ാം സംവത്സരം 11-ാം മാസം 1-ാം തീയതി മോശ ഇസ്രായേൽ മക്കളുടെ യഹോവ അവർക്ക് വേണ്ടി തന്നോട് കൽപ്പിച്ചൊക്കെയും പറഞ്ഞു കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് 11 ദിവസം കൊണ്ട് ചെല്ലേണ്ട ഒരു ദൂരമാണ് ഇസ്രായേൽ മക്കൾ 40 വർഷം കൊണ്ട് പോയത്.
അപ്പൊ നമ്മൾ ദൈവത്തെ താമസിപ്പിച്ചു എന്ന് പലപ്പോഴും, അല്ലെ ദൈവം നമ്മളെ താമസിപ്പിച്ചു എന്ന് നമ്മൾ പലപ്പോഴും ആരോപിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളുടെ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ കണക്കിടപ്പെടുന്നുണ്ടോ, എണ്ണപ്പെടുന്നുണ്ടോ? ദൈവസന്നിധിയിൽ എണ്ണപ്പെടുന്ന എപ്പോഴാണ്? അത് ഓരോരുത്തരും വ്യക്തിപരമായി ചിന്തിക്കണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികൾ ദൈവപ്രസാദമുള്ളതാണോ? അതാണ് പൗലോസ് റോമാക്കാർക്ക് എഴുതുമ്പോൾ 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയേണ്ടതിന് ഗുഡ്, അക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്, അതിന് കൺഫേം ആകണം. ലോകത്തിന് കൺഫേം ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ദിവസങ്ങൾ കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. നമുക്ക് ലോകപ്രകാരം പ്രായം വർദ്ധിക്കുന്നുണ്ട്. ചിലർ പറയും സീനിയർ ദൈവദാസനാണ്, അല്ലെങ്കിൽ ഒരു വന്യ പുരോഹിതനാണ്, മേൽപ്പട്ടക്കാരനാണ്, പട്ടക്കാരനാണ്, പൗരോഹിത്യ രജത ജൂബിലി, പൗരോഹിത്യ കനക ജൂബിലി, പൗരോഹിത്യ വജ്ര ജൂബിലി, അങ്ങനെ ഇതൊക്കെ. ചില ആളുകൾ പൗരോഹിത്യ ശതാബ്ദിയും കഴിഞ്ഞിട്ടും ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നോ യൂസ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഇദ്ദേഹം ചിലപ്പോൾ ശിശു ആയിരിക്കും. അതാണ് പൗലോസ് ശ്ലീഹ എഴുതുന്നുണ്ട്, കൃത്യമായിട്ട് പൗലോസ് എഴുതുന്നുണ്ട്. കാലം വെച്ച് നോക്കിയാൽ നിങ്ങളെയൊക്കെ മെത്രാച്ചന്മാരായിട്ടും വലിയ മേൽപ്പട്ടക്കാരായിട്ടൊക്കെ കാണുക, മൽപ്പാനച്ചന്മാരെ. അതാണ് കാലം വെച്ച് നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും പിന്നെയും പാൽ തന്നെ തരേണ്ടി വരുന്നു. കട്ടിയായ ആഹാരം കഴിക്കാൻ, പഥ്യവചനം കഴിക്കുവാൻ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവർക്കാണ് സാധിക്കുന്നത്. അപ്പൊ അഭ്യാസത്തിൽ തികഞ്ഞ ഇന്ദ്രിയങ്ങളുള്ളവരായിട്ട് പ്രായപൂർത്തിയായവർ, അപ്പൊ അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം അവൻ ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അപ്പൊ പൂർണ്ണതയുള്ള, പൂർത്തി വന്ന, അല്ലെങ്കിൽ മച്വയർഡ് ആയിട്ടുള്ള, മച്വയർഡ് സെൻസസ്, അപ്പൊ തികവുള്ള ഇന്ദ്രിയങ്ങൾ. അപ്പൊ ആ മച്യൂരിറ്റിയിലേക്ക് വരാത്ത ആളുകളെ വെറും ദാസന്മാരായിട്ട്, അടിമകളായിട്ടാണ് കാണുന്നത്. അതാണ് ഗലാത്യക്കാർക്ക് എഴുതുമ്പോൾ പറയുന്നത് അവകാശിയാണ്, അവകാശി സകലത്തിന്റെയും യജമാനനാണ്. പക്ഷേ സകലത്തിന്റെയും യജമാനനായ അവകാശിയായ ഈ വ്യക്തി ശിശു ആയിരിക്കുന്നിടത്തോളം കാലം, ആസ് ലോങ് ആസ് ഹീസ് എ ബേബി, ഒരു ദാസന്റെ പരിഗണനയുള്ളൂ. ഒരു ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല, ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അടിമ അവൻ എവിടെയാണ്? ഒന്നുകിൽ ഈജിപ്തിലായിരിക്കും, ഫറവോന്റെ അടിമത്തത്തിൽ, അല്ലെങ്കിൽ എഗ്ലോന്റെ അടിമത്തത്തിൽ, അല്ലെങ്കിൽ യാബിന്റെ അടിമത്തത്തിൽ, അല്ലെ മിദ്യാന്യരുടെ അടിമത്തത്തിൽ, അല്ലെ സിസാരയുടെ അടിമത്തത്തിൽ, ആരുടെയെങ്കിലുമൊക്കെ കീഴിലായിരിക്കും, ആരുടെയെങ്കിലുമൊക്കെ കീഴിലായിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളെ ദൈവസന്നിധിയിൽ കണക്കിടപ്പെടുന്നില്ല. ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കുവാൻ നമ്മുടെ ദിവസങ്ങളെ എണ്ണി നോക്കണം. അപ്പൊ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബമായിട്ട്, ഇപ്പൊ മലങ്കര സഭയെ സംബന്ധിച്ച് മലങ്കര സഭയുടെ ദിവസങ്ങൾ ദൈവം എണ്ണിയോ? കൃത്യമായിട്ട് എണ്ണിയോ? നമ്മളിപ്പോ ഓരോ ദിവസങ്ങൾ, ഇപ്പൊ കാതോലിക്കേറ്റ് സ്ഥാപിച്ചതിന്റെ ശതാബ്ദി 2012 ആഘോഷിക്കുക, 912. പക്ഷെ ഈ 100 വർഷം സഭ മുന്നോട്ട് പോയി എന്ന് പറയുന്നു മലങ്കര. അപ്പൊ ഈ 100 വർഷം ദൈവം കണക്കിട്ടോ? ഈ 100 വർഷത്തെ ആ ഒരു സീനിയോറിറ്റി, അല്ലെങ്കിൽ 100 വർഷം മുന്നോട്ട് പോയി. കോടതി പോലും പറയുന്നു നിങ്ങൾ പുറകോട്ട് പോകേണ്ടിയിരിക്കുന്നു, കാരണം നിങ്ങൾ മുന്നോട്ട് ഒട്ടും പോന്നിട്ടില്ല. ഗോ ബാക്ക് ടു എ റിസ്റ്റോറേഷൻ പോയിന്റ്. അപ്പൊ അങ്ങനെ പറയുന്നതിന്റെ കാരണം നമ്മുടെ കലണ്ടർ മാനുഷികമായി, ലോകപ്രകാരം, രാഷ്ട്രീയമായി നമ്മുടെ ക്ലോക്ക് ചലിച്ചിട്ടുണ്ട്, നമ്മുടെ കലണ്ടർ മറിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ദിവസങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്, നമ്മുടെ മാസങ്ങൾ പോയിട്ടുണ്ട്, വർഷങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ ചലിക്കാത്ത ഒരു ക്ലോക്കും മറിയാത്ത ഒരു കലണ്ടറുമായി നിശ്ചലമായിട്ടൊരു പക്ഷേ നമ്മുടെ ജീവിതം, നമ്മുടെ സഭ, നമ്മുടെ നിലനിൽപ്പ് അങ്ങനെയായിരിക്കാം. അത് മറിയണമെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചവരും, സ്നേഹത്തിൽ തികവുള്ളവരും, ഐക്യത്തിൽ പൂർണ്ണരുമായിരിക്കണം. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകാൻ. ഇതാണ് യേശു കർത്താവ് പറഞ്ഞത്. നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടേ എന്ന് നിന്റെ ഹൃദയത്തിൽ തോന്നുന്നെങ്കിൽ നീ ആദ്യം പോയി നിന്റെ സഹോദരനോട് നിരപ്പാകണം, അല്ലെങ്കിൽ നിന്റെ ബലി സ്വീകാര്യമാവുകയില്ല. അപ്പൊ നിന്റെ ബലി സ്വീകാര്യമാകണമെങ്കിൽ നീ സഹോദരനോട് രമ്യപ്പെട്ടിരിക്കണം. അപ്പോൾ മാത്രമാണ് ബലി സ്വീകാര്യമാകുമ്പോഴാണ് നിന്റെ കലണ്ടർ ചലിക്കുന്നത്.
ബലി സ്വീകാര്യമാകുമ്പോഴാണ് നിന്റെ ക്ലോക്കുകൾ ചലിക്കുന്നത്. നിന്റെ ബലി സ്വീകാര്യമാകുമ്പോൾ അപ്പൊ ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ വ്യക്തിയുടെയും പേരെഴുതിയ ഒരു ക്ലോക്ക് ഇരിപ്പുണ്ട്. അങ്ങനെ ഫിസിക്കലി ഒരു ക്ലോക്ക് ഉണ്ടെന്നല്ല, ഭാവനയെ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ പേരിന്റെ സ്റ്റിക്കർ എഴുതി ഒട്ടിച്ച ഒരു ക്ലോക്ക് അവിടെ ഇരിപ്പുണ്ട്. അത് ചലിക്കുന്നുണ്ടോ? അതെപ്പോഴാണ്? ദൈവത്തിന്റെ ഹിതപ്രകാരം ഈ ലോകത്തിന് അനുരൂപമാകാതെ ഗുഡ്, അക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡിൽ നിങ്ങൾ ചലിക്കുമ്പോൾ നിങ്ങളുടെ ക്ലോക്ക് ചലിക്കും. അവിടെയാണ് നമ്മൾ പ്രായത്താൽ അഭ്യാസം തികഞ്ഞ ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായപൂർത്തിയായവർക്കുള്ള കട്ടിയായ ആഹാരം കഴിക്കുന്നവരായിട്ട്, ശിശുക്കളായിട്ടല്ല, അലഞ്ഞുഴലുന്നവരായിട്ടല്ല, പൂർണ്ണതയുള്ളവരായിട്ട്, പക്വതയുള്ളവരായിട്ട് നമ്മൾ മുൻപോട്ട് പോകും. ഇത് സഭയെ സംബന്ധിച്ചും വളരെ കൃത്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ സ്വീകാര്യരാണ് എന്നുള്ളതാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. ആദ്യം വായിച്ച വാക്യത്വം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്, നിങ്ങൾ ആരാണ് എന്നെ നിങ്ങൾക്ക് ന്യായാധിപനാക്കി വെച്ചത്? പ്രാർത്ഥിച്ചിട്ട് വിശേഷമില്ലെന്നാ. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്, തിരുത്താൻ പറ്റുന്നത് തിരുത്താതെ പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല. ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നില്ല. കാരണം ചലിക്കാത്ത ഒരു ക്ലോക്കും മറിയാത്ത ഒരു കലണ്ടറും നിങ്ങളുടെ പേരിൽ സ്വർഗത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകാര്യമാവുകയില്ല, നിങ്ങളുടെ ബലികൾ സ്വീകാര്യമാവുകയില്ല. അതുകൊണ്ട് ബലികളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി ആമുഖമായി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് പറയും, ഹാബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബ്രാഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ. ഹാബേലിന്റെ കുഞ്ഞാട്. എന്താ ഹാബേലിന്റെ കുഞ്ഞാടിനെ കൈക്കൊണ്ട് കായിന്റെതിനെ കൈക്കൊള്ളാൻ എന്തുകൊണ്ടാണ് കായിന്റെ ബലിയെ സ്വീകരിക്കാഞ്ഞെന്ന് പലരും ചോദിക്കും. ഒറ്റ കാര്യമുള്ളൂ, നിന്റെ സഹോദരനോട് നിനക്ക് വല്ലതുമുണ്ടെങ്കിൽ ആദ്യം നീ സഹോദരനോട് രമ്യപ്പെടണം, എന്നിട്ട് ബലിയർപ്പിക്കണം. അപ്പൊ കായിൻ ബലിയർപ്പിക്കുമ്പോൾ ഹാബേലിനോടുള്ള അസൂയയും പകയും അവനിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കായിന്റെ ബലി സ്വീകരിക്കാതെ പോയത്. ഹാബേലിനോട് രമ്യപ്പെട്ടിട്ട് ബലിയർപ്പിച്ചിരുന്നെങ്കിൽ കായിന്റെ ബലി സ്വീകാര്യമായി. ഇനിയിപ്പോ നോഹിനുണ്ട്. നമ്മൾ പ്രാർത്ഥന എങ്ങനെയാ? ഹാബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും. ഇപ്പൊ നോഹയെ സംബന്ധിച്ച് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നിങ്ങൾ നോക്കുക, 9-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 6:9 നോഹയുടെ പാരമ്പര്യം എന്തെന്നാൽ, എന്താണ് നോഹയുടെ പാരമ്പര്യം? അപ്പൊ നമ്മൾ ചിലപ്പം ബോസ്റ്റ് ചെയ്യും, ഭയങ്കര പാരമ്പര്യം നമുക്കുണ്ട്, നമ്മുടെ സഭയുടെ പാരമ്പര്യം അങ്ങനെയുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അവിടെ ആ പിതാവുണ്ടായിരുന്നു, ഈ പിതാവുണ്ടായിരുന്നു, അങ്ങനെ 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 അങ്ങ് പോയി പാരമ്പര്യം ഭയങ്കരമാണ്. പക്ഷേ നോഹയുടെ പാരമ്പര്യം എന്താണ്? നോഹയുടെ പാരമ്പര്യം എന്താണ്? അവിടെ നിങ്ങൾ നോക്കിക്കേ. നോഹയുടെ പാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. 3 പാരമ്പര്യമാണ്. ഒന്ന്, നീതിമാനായിരുന്നു. നോഹ നീതിമാനായിരുന്നു. ആരുടേതും ഒന്നും മോഹിക്കാതെയും അപഹരിക്കാതെയും ആരെയും വഞ്ചിക്കാതെയും ആരെയും കബളിപ്പിക്കാതെയും കവർച്ച ചെയ്യാതെയും അതിക്രമങ്ങൾ ചെയ്യാതെയും നോഹ നീതിമാനായിരുന്നു. 2, നോഹ നിഷ്കളങ്കനായിരുന്നു. തട്ടിപ്പ്, വ്യാജരേഖ ചമയ്ക്കൽ, അങ്ങനെയുള്ള വഞ്ചനകളൊന്നും ചെയ്യാതെ നിഷ്കളങ്കനായിരുന്നു. അപ്പൊ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. അടുത്തെന്താണ്? അവൻ ദൈവത്തോട് കൂടെ നടന്നു. ഹി ഹാഡ് എ കണ്ടിന്യൂസ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. അപ്പൊ ദൈവത്തിന്റെ കൂടെ നടക്കുക. അപ്പൊ അവിടെയാണ് ഈ ഞാൻ മുമ്പേ പറഞ്ഞ ഈ കലണ്ടർ ചലിക്കുന്ന അല്ലെങ്കിൽ നാളുകളെ എണ്ണുന്ന ഒരു അനുഭവം. അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ ആമുഖത്തിൽ ഇങ്ങനെ പാടുന്നത്. എന്താണത്? ഹബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എത്ര ബലികളാണ് ദൈവം സ്വീകരിച്ചിട്ടുള്ളത്? ദൈവത്തിന് സ്വീകാര്യമായ ബലി അർപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഓരോ വ്യക്തികളും ആത്മപരിശോധന ചെയ്യേണ്ട സമയമാണ്. അല്ലെങ്കിൽ നമ്മൾ ദൈവവിശ്വാസം വഞ്ചനയാണ്. അല്ലെങ്കിൽ ഇതാണ് ഈ വിമർശകർ പറയുന്നത്, യുക്തിവാദികളൊക്കെ
വിമർശനം ഉന്നയിക്കുകയും പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിശ്വാസത്തെ എന്ത് ചെയ്ത് കാണിക്കണം? പ്രാക്ടിക്കലായിട്ട്. ഉദാഹരണം പറഞ്ഞ ആദിമ ക്രൈസ്തവരെ സംബന്ധിച്ച് ഇപ്പൊ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഏർലി ക്രിസ്ത്യൻസിനെ കുറിച്ചുള്ള ഒരു പഠനം, അതുപോലെ പാട്രിസ്റ്റിക്സ്. ഏർലി ക്രിസ്ത്യൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ദൈവശാസ്ത്രം ഒട്ടും തന്നെ സൂക്ഷ്മതലങ്ങളിലേക്ക് പോയിട്ടില്ല. ഒരു പൊതുവായിട്ടുള്ള, കാരണം അവരേറ്റവും കൂടുതൽ ക്രിസ്തീയ ജീവിതത്തെ, പ്രത്യേകിച്ച് ഏർലി ചർച്ചിലെ ഇവര് ഈ ആരാണ് തിയോളജിയൻസ് എന്ന് അറിയപ്പെടുന്ന ആ പിതാക്കന്മാർ, അവരെല്ലാവരും തന്നെ ജീവിതം കൊണ്ട് അവര് വളരെ മനോഹരമായ ഭാഷയിൽ ഡോക്മ ചമയ്ക്കുന്നവർ അല്ലായിരുന്നു. അവരതിനേക്കാൾ അവർ പ്രാധാന്യം കൊടുത്തത് അവരുടെ ജീവിതത്തിനായിരുന്നു. അപ്പം അല്ലാതെ അവർ വളരെ ആഴമായ ദൈവശാസ്ത്ര സത്യങ്ങളെ വളരെ ഘനഗംഭീരമായ വാക്കുകളിൽ പ്രകടിപ്പിക്കുകയല്ലായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവർ കൂടുതലും അവരുടെ ജീവിതം കൊണ്ട്. അതുകൊണ്ട് തന്നെ ഏർലി ക്രിസ്ത്യൻ തിയോളജിയൻസ് എന്ന് പറയുന്നവരിൽ നല്ലൊരു പങ്കും രക്തസാക്ഷികളായിട്ടുള്ളവരാണ്. കാരണം അവർ ലൈഫ് കൊണ്ട് സാക്ഷ്യം കൊടുക്കുകയായിരുന്നു, ജീവിതം കൊണ്ട് അവർ സാക്ഷ്യം കൊടുക്കുകയായിരുന്നു. അതായിരുന്നു അവർ ചെയ്തത്. അവർ ഒരിക്കലും അവരൊരിക്കലും വെറുതെ പറഞ്ഞു പോവുകയല്ലായിരുന്നു. They focused on living in the light of Christian message and explaining that message to non-believers rather than on sharpening their theological powers. And the early Christian doctrine is less elaborate and less defined. But later formulationsലാണ് ഇത് മുഴുവൻ കൂടുതൽ ഒരു വൈഡർ സ്കോപ്പിലേക്ക് പോയത്. അപ്പൊ ഏർലി ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം വളരെ ലളിതമായിരുന്നു, ഋജുവായിരുന്നു, സുതാര്യമായിരുന്നു. ഇറ്റ് വാസ് സോ ട്രാൻസ്പെറന്റ്, സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ്. ഇറ്റ് വാസ് നോട്ട് എലാബറേറ്റ്. അപ്പൊ ഇന്നത്തെ പോലെ ബൃഹത്തായ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്, ജോൺ കാൽവിന്റെ ഒക്കെ. അപ്പൊ അതുപോലെ ഹ്യൂജ് അല്ലെങ്കിൽ ചർച്ച് ഡോഗ്മാറ്റിക്സ് ഉണ്ട്. ഈ അങ്ങനെ ഉള്ള ഒരു ബൃഹത്തായ ഒരു കാൾബാത്തിന്റെ ചർച്ച് ഡോഗ്മാറ്റിക്സോ അല്ലെങ്കിൽ കാൽവിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങനെയൊക്കെ പോലെ ബൃഹത്തായ ഒരു ഇത് സുമ തിയോളജിക്കുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് അത്ര ഒരു എലാബറേറ്റ് ദൈവശാസ്ത്രമൊന്നും അവർ ഹോൾഡ് ചെയ്തില്ല. പക്ഷേ അന്ന് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ കൊടി ഉയർത്തിയവരിൽ ഭൂരിപക്ഷം പേരും സ്വന്തം രക്തം കൊണ്ട് അവരുടെ വിശ്വാസത്തിന് സാക്ഷ്യം നൽകി, സ്വന്തം ജീവിതം കൊണ്ട് ക്രിസ്തുവിന്റെ സൗരഭ്യത്തെ അവരുടെ സമൂഹത്തിൽ, ആ കമ്മ്യൂണിറ്റിയിൽ അവർ പരത്തി. അപ്പൊ അവിടെയാണ് ഏർലി ചർച്ചിന്റെ വിജയം. അപ്പൊ അതാണ് ഓർത്തഡോക്സി. അപ്പൊ ഓർത്തഡോക്സി റീഗെയിൻ ചെയ്യണമെങ്കിൽ, നമ്മൾ ഓർത്തഡോക്സി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, യഥാർത്ഥ ഓർത്തഡോക്സിയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ക്ലോക്കുകൾ സ്വർഗത്തിൽ ചലിക്കുന്നവരും കലണ്ടറുകൾ മറിയുന്നവരുമായിരിക്കണം. സങ്കീർത്തനക്കാരൻ പറയാണ്, കർത്താവേ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണമേ. ഞങ്ങളുടെ നാളുകളെ എനിക്കും അത് മാത്രമേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു പുതിയ ഞായറാഴ്ച, ഈ കർത്തൃ ദിവസത്തിൽ മലങ്കര സഭയെ സംബന്ധിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, മലങ്കര സഭയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ദാനിയേലിനെ നമ്മൾ കാണാം. അദ്ദേഹം ചിന്തിച്ചും ഭാരപ്പെട്ടും കലങ്ങിയും നിശാദർശനങ്ങളിൽ പരിഭ്രാന്തനായി വരുന്നു. നെഹമ്യാവിനെ നമ്മൾ നോക്കുമ്പോൾ പിതാക്കന്മാരുടെ കല്ലറകൾ തീ വെച്ച് ചുട്ടും മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്ന ആ പട്ടണത്തെ ഓർത്ത് ദുഃഖിച്ചിരുന്നു. എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുപോയി. മലങ്കര സഭയെക്കുറിച്ചുള്ള ഭാരം. ഏതെങ്കിലും സഭ പോലെ 1,000 കൂട്ടങ്ങളുണ്ട്. പക്ഷേ ക്രിസ്തു ആരംഭിച്ചതും അപ്പോസ്തലന്മാർ ഏറ്റെടുത്തതും ആ തനിമയുള്ള ശുദ്ധമായ കൃത്യമായ സത്യമായ ആ പരിശുദ്ധമായ വിശ്വാസത്തെ തലമുറയായി പകർന്നു തന്ന ആ സഭയുടെ നേർ പിൻഗാമികളായിട്ട് നിൽക്കുന്ന മലങ്കര സഭ ഇത്തരത്തിൽ നശിച്ചു പോകുന്നതിൽ ദുഃഖമുള്ളവർ മോശയുടെ പ്രാർത്ഥനയിലുള്ള ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ,
ഓരോരുത്തരും കൗണ്ട് ചെയ്ത് നോക്കുക. തമ്മിലുള്ള വഴക്കും ഭിന്നതയും കേസുകളും വ്യവഹാരത്തിൻ്റെ ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള വ്യവഹാര ശൃംഖലകളും അതിലൂടെ പോയ ആ ദിവസങ്ങളെ, ആ മാസങ്ങളെ, ആ വർഷങ്ങളെ ദൈവം സ്വീകരിച്ചിട്ടുണ്ടോ? ദൈവം അതിനെ പ്രസാദമായി എണ്ണിയിട്ടുണ്ടോ? ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ നീ ഞങ്ങളെ ഉപദേശിക്കണമേ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മധ്യസ്ഥനും ന്യായകർത്താവുമായിട്ട് ആരാണ് എന്നെ ചുമതലപ്പെടുത്തിയത്? മനുഷ്യർ ചെയ്യേണ്ടേ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി. ആ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റിയിൽ മനുഷ്യർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ പ്രസാദം എല്ലാവർക്കും ഉണ്ടാകുവാൻ തക്കവണ്ണം ഓരോരുത്തർക്കും അവരവരുടേതായ പാർട്ട് ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും അതിനായി തന്നെ സമർപ്പിക്കാം. വ്യക്തിപരമായ ജീവിതത്തിലും നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ, കടമകളെ, കർത്തവ്യങ്ങളെ ചെയ്യുന്നവരായി അതേക്കുറിച്ച് യാക്കോസ്ലിയ പറയുന്നുണ്ട്. കേൾക്കുന്നവരായിട്ട് മാത്രമല്ല, ചെയ്യുന്നവരായിട്ട് കൂടെ മാറുവാൻ ഓരോരുത്തർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരും സഹായിക്കട്ടെ. ജീവനതും രക്ഷയുമേ